എല്ലാ കുട്ടികൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ ക്ലാസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ, +1 കഴിഞ്ഞ് +2 കയറുന്ന കുട്ടികൾക്കുള്ളതാണ്. നമ്മുടെ എങ്ങനെയൊക്കെയോ +1 കഴിഞ്ഞു അല്ലേ, കുഴപ്പമില്ലാതൊക്കെ കഴിഞ്ഞു, അത്ര വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ. എന്നാലും സയൻസ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി പ്രശ്നക്കാരൻ ഈ വർഷം ഉണ്ടായിരുന്ന ഒരു ഭയങ്കര ഒരു വില്ലൻ, പഴയ വില്ലനാണ്. അവൻ നിങ്ങളുടെ മുന്നിൽ ഇത്തിരി പ്രശ്നക്കാരനായിട്ട് തന്നെയായിരുന്നു വന്നത്. നമ്മുടെ മാത്തമാറ്റിക്സ്, കണക്ക്. ഇതൊരു 10 വർഷത്തിന് മുമ്പാണെങ്കിൽ ഇങ്ങനെ ആയിരുന്നു എല്ലാ വർഷങ്ങളിലും. എത്ര പഠിച്ചാലും പ്രശ്നം ഉണ്ടായിരുന്നു. പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വർഷം കണ്ട ക്വസ്റ്റ്യൻസുകൾ പോലെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതും ഒക്കെ കയറി വരുമായിരുന്നു. പക്ഷെ അന്നൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. അതൊക്കെ സാധാരണ കാര്യങ്ങൾ എന്നുള്ളതിൽ കഴിഞ്ഞ് ആരും അതിനെക്കുറിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നില്ല. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പുതിയ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെയായിട്ട് വെളിയിൽ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വർഷത്തെ എക്സാമിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല, മാത്സിൻ്റേത്. പക്ഷെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണെന്നൊക്കെ ഉള്ളതുകൊണ്ട് മാർക്ക് കുറയും എന്നുള്ള ധാരണ വേണ്ട. നിങ്ങളിപ്പോൾ അറിയാവുന്നത് ഇപ്പോൾ എഴുതിയിട്ടുണ്ടല്ലോ, നല്ലപോലെ അറിയാവുന്ന ക്വസ്റ്റ്യൻസുകളെല്ലാം നല്ലപോലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഈ വന്ന ക്വസ്റ്റ്യൻസുകൾക്ക് അവരതിനനുസരിച്ചുള്ള കൺസിഡറേഷൻ തരും. ആ പ്രശ്നം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സാറ് പറഞ്ഞിട്ടുണ്ട്, അതിനുള്ള കറക്റ്റ് പരിഹാരം ആ വാല്യുവേഷൻ ക്യാമ്പിൽ ഉണ്ടാവും. ഓക്കെ, ഉടൻ തന്നെ അത് തുടങ്ങുകയൊക്കെയാണ്. ഇതങ്ങോട്ട് കഴിഞ്ഞാൽ ഉടൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ ആ പ്രശ്നത്തിനെ വിട്ടുകഴിഞ്ഞാൽ ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി +1 കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവൻ മാറ്റിവെച്ചു. അവൻ്റെ റിസൾട്ട് എപ്പോൾ വേണേ വരട്ടെ, നമുക്ക് പ്രശ്നമില്ല. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും. ഇനി ലേശം കുറവുണ്ടെങ്കിൽ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാം. പക്ഷേ അത് ഇമ്പ്രൂവ്മെൻറ്റ് നേരത്തെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം തന്നെയാണ്. കഴിഞ്ഞ വർഷം പോലെയാണെങ്കിൽ +2 ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ഒന്നെല്ലാം ഒന്ന് പൊടി തട്ടി എടുത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്തായാലും നമുക്ക് അതൊക്കെ കണ്ടറിയാം. പിന്നെ നമ്മൾ +2 കയറി. നമ്മുടെ ഒരു സ്കൂളിലെ ഏറ്റവും ഉയർന്ന ക്ലാസ്സിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്, 12ാം ക്ലാസ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ള കുറച്ച് അച്ചടക്ക കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളായിരിക്കും ഏറ്റവും വലിയ ക്ലാസ് ഇല്ലയോ, ഏറ്റവും കൂടുതൽ ഉഴപ്പണം. ഒരിക്കലും ഉണ്ടാവരുത്. നമ്മളിപ്പോൾ LKG UKG 1ാം ക്ലാസ് ഇങ്ങനെ പഠിച്ചു വന്നല്ലോ. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന കോഴ്സ്, 12th. ഏത് സ്റ്റേറ്റിൽ ചെന്നാലും, ഇപ്പം നമ്മൾ കേരളത്തിൽ മാത്രമല്ല എല്ലാ കുട്ടികളും പഠിക്കാൻ പോകുന്നത്, ഇത് കഴിഞ്ഞിട്ട് പലയിടത്തും പോകും. അപ്പം നമ്മളുടെ സർട്ടിഫിക്കറ്റ് ഏതാണ് അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ 12th തന്നെയാണ്, മീൻസ് +2 തന്നെയാണ്. അതുകൊണ്ട് ഇവനെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരിഗണിച്ചേക്കണം, +2. ഇവനിൽ നിന്നും കിട്ടാവുന്ന മാക്സിമം ഊറ്റി എടുത്തേക്കണം. പഠിച്ച് മാർക്ക് മാക്സിമം നിങ്ങൾ, അത് പ്രത്യേകിച്ച് സബ്ജക്ട്സുകൾക്ക് മാക്സിമം മാർക്ക് വാങ്ങുകയും മാക്സിമം നല്ല രീതിയിൽ കൂടെ പഠിക്കുകയും വേണം. അപ്പം നിങ്ങളിപ്പോൾ തുടക്കമൊക്കെ ആകുമ്പോൾ ഒരു ആവേശം കാണും, എന്നിങ്ങനെ നല്ല ടോപ്പിലായിരിക്കും, ഭയങ്കര രസമാണ്, പഠിക്കാൻ ഈസിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, കാരണം പ്രശ്നങ്ങളൊന്നുമില്ല, തുടങ്ങും. പിന്നെ അങ്ങോട്ട് വരുമ്പോൾ ഗ്രാഫ് താഴോട്ടിങ്ങി പോരും ഭയങ്കരമായിട്ട്. അത് നിങ്ങൾ ഏത് കുട്ടിക്ക് സംഭവിക്കുന്ന സാധാരണ നാച്ചുറലായിട്ടും അറിയാതെ പറ്റുന്ന ഒരു അബദ്ധമാണ്. നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ തന്നെ പോകാമെന്ന് പറഞ്ഞാൽ അത്ര ഈസിയല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാഫിനെ നമുക്ക് ടോപ്പിൽ തന്നെ നിർത്തി എക്സാം വരെ, +2ൻ്റെ പബ്ലിക് എക്സാം വരെ നമുക്ക് നിലനിർത്താം. ഒരു കുഴപ്പമില്ല. ചെറിയ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നമുക്ക് എല്ലാ വർഷങ്ങളിലും +2 കഴിഞ്ഞാൽ നിങ്ങളും ആണെങ്കിലും എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് ഒരു 2% കുട്ടികൾ മാത്രമേ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നുള്ളൂ. ഞാൻ +2 കഴിഞ്ഞിട്ട് എന്നുള്ള ചിന്തിക്കുന്നത്. മറ്റുള്ളവരെല്ലാം ഞാൻ +2 കയറിയതേ ഉള്ളൂ, എന്തെങ്കിലുമായിട്ട് +2 കഴിയട്ടെ. +2 കഴിയട്ടെ എന്ന് പറഞ്ഞാൽ +2 എന്തായാലും കഴിയും. അത് 1 വർഷം കഴിഞ്ഞാൽ കഴിയും. പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ആ രീതി കൂടെ ഇപ്പോഴേ ചെറുതായിട്ട് ചിന്തിച്ചാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നല്ലൊരു കോഴ്സ് കണ്ടെത്താൻ പറ്റും. ജോലിയൊന്നും ഉടനെ കിട്ടില്ലെന്നറിയാമല്ലോ, കോഴ്സ് കണ്ടെത്താൻ പറ്റും. ആ കോഴ്സിനുള്ളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുട്ടികളെല്ലാം അത് കഴിഞ്ഞിട്ട് പോകുന്നത് എല്ലാവർക്കും അറിയാം. ഇവിടെ ഇപ്പോൾ കീം എന്ന് പറയുന്ന ഒരു എൻട്രൻസ് ഉണ്ട്, എല്ലാവർക്കും അറിയാം അല്ലേ. ഇത് എഞ്ചിനീയറിങ്, ആർക്കിടെക്റ്റ്, മെഡിസിൻ എല്ലാത്തിനോടുള്ളത്. നമ്മുടെ കേരളത്തിലെ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയുള്ളതാണ് കീം. അതിനോടൊപ്പം കുട്ടികൾ ഇപ്പോൾ ഒത്തിരി പേര് അന്വേഷിച്ച് നടക്കുന്നതാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി, NDA. അത് ചെറിയ കാര്യമല്ല. കിട്ടിയാൽ ഭയങ്കരം തന്നെയാണ്, അതൊരു ഭാഗ്യം തന്നെയാണ്. നമുക്ക് ആ ജോലി, അതിൻ്റെ ജീവിതം, അതിന് കിട്ടുന്ന സ്റ്റാറ്റസ്, അതൊക്കെ നമുക്കൊരു ഒരാൾക്ക് കിട്ടുന്നൊരു ഭാഗ്യം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത്ര എളുപ്പമല്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കുക. ഇനിയും
എഞ്ചിനീയറിംഗിലെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എൻട്രൻസിൻ്റെ പേരാണ് JEE, ജോയിൻറ്റ് എൻട്രൻസ് എക്സാം. ഇവനെ നമുക്ക് നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. അപ്പോൾ അവന് നിങ്ങൾ നല്ല രീതിയിൽ കൂടെ പ്രിഫറൻസ് കൊടുത്ത് ഭയങ്കരമായിട്ടൊന്ന് കരുതിയെങ്കിൽ മാത്രമേ ഇവനെ നമുക്ക് നേടിയെടുക്കാൻ പറ്റൂ. ഇവന് 2 എക്സാംസ് ഉണ്ട് കേട്ടോ. 2 എക്സാംസ് പറഞ്ഞാൽ മെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് അഡ്വാൻസും ഉണ്ട്. ഓക്കെ, ഈ മെയിൻ അഡ്വാൻസ് ഇതിൻ്റെയൊക്കെ പ്രത്യേകതകളും വ്യത്യാസങ്ങളും ഒക്കെ ഒന്ന് പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. പലർക്കും ഇത് അറിയത്തൊന്നുമില്ല, എല്ലാവരും ഇങ്ങനെ കേൾക്കുക എന്നൊക്കെ ഉള്ളൂ. മെയിൻ പാസ്സായി അഡ്വാൻസും പാസ്സായെങ്കിലേ നമുക്ക് JEE എന്ന് പറയുന്ന ആ എൻട്രൻസിൻ്റെ ടോപ്പ് മോസ്റ്റ് കോളേജിൽ കിട്ടുള്ളൂ, IIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അപ്പം മെയിനും അഡ്വാൻസും രണ്ടും പാസ്സാവണം. ഓക്കെ, പാസ്സാവുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഉദ്ദേശിക്കുന്ന റാങ്കിൽ എത്തണം. ഇനി നമുക്ക് മെയിൻ ഒരുവിധം പാസ്സായി, അഡ്വാൻസ് പാസ്സായില്ല, ഇവിടെ നമുക്ക് പോകാൻ പറ്റുന്ന IIT-യിലോട്ടല്ല NIT-യിലോട്ടായിരിക്കും മെയിൻ മാത്രം പാസ്സായാൽ. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഒന്ന് ശ്രദ്ധിച്ചോണം, ഏറ്റവും ടോപ്പ് മോസ്റ്റ്. നെക്സ്റ്റ് നമ്മുടെ മെഡിക്കൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവർക്കും അറിയാം, നീറ്റ്. ഭയങ്കരമായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ, അത് പ്രത്യേകിച്ച് ഗേൾസ് ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്ന ഒരു എൻട്രൻസ് എക്സാമാണ്. അപ്പോൾ ഇവനെ നമുക്ക് നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയൊന്നുമല്ല. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇതൊന്നും ഈസി അല്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നത് ഒത്തിരി ലേറ്റായിട്ടാണ്. അതാണ് ഞാൻ ഈ സൂചിപ്പിക്കാൻ വേണ്ടി ഇത്രയൊക്കെ ഒന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ കുറേ ഉണ്ട് എക്സാം. ഇനി കുസാറ്റ് എന്നുണ്ട്. നമ്മുടെ കുസാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. ഭയങ്കരമായിട്ട് നല്ല ഗ്രോ ചെയ്യുന്ന, റാങ്കിൽ നല്ല ഗ്രോ ചെയ്യുന്ന ഒരെണ്ണമാണ്. അത് നമുക്ക് കൊച്ചിയിലുള്ളതാണ്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇതിനുള്ളിൽ കയറിയാലും നല്ല രീതിയിൽ കൂടെ ഒരു ജോലി കിട്ടാൻ സാധ്യതയാണ്. പിന്നെ CUT എന്ന് പറയുമ്പോൾ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്നാണ്. ഇപ്പോൾ നമുക്ക് കേരളത്തിലൊക്കെ എല്ലായിടും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ യൂണിവേഴ്സിറ്റികളും അതിനെ വെച്ചുകൊണ്ടാണ് അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ നല്ല യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് കോഴ്സ് കിട്ടാൻ വേണ്ടിയുള്ളതാണ്. നമ്മുടെ ഡിഗ്രിക്കുള്ള മീൻസ് UG, ഓക്കെ, ഡിഗ്രിക്കുള്ള ആപ്ലിക്കേഷൻസുകളാണ് ഇവിടെ കൂടെ. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഇതൊക്കെ നിങ്ങളൊരു ബുക്ക് എടുത്ത് വെച്ച് ഇതിൻ്റെ ക്രൈറ്റീരിയ, ഇതിൻ്റെ സിലബസുകൾ, ഇത് എത്ര വർഷം എങ്ങനെയൊക്കെയാണ്, ഇതിൻ്റെ ചാൻസുകൾ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ ജോലി കിട്ടാം. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇതുവഴി പോയാലുണ്ട്. അപ്പോൾ നമ്മൾ പല മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് മാറുകയും ചെയ്യും. വളരെ എളുപ്പത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കും. എന്താ ഉദ്ദേശിക്കുന്ന കാര്യം? നല്ലൊരു ജോലി, നല്ല ജീവിതം, പിന്നെ ഒരു കല്യാണം, അല്ലയോ? ഓക്കെ, അതും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ഈ വരുന്ന റോഡ് മാർഗം പോലെ ഇരിക്കും നമ്മുടെ കല്യാണം വരെ. അതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറയുന്നത്. ഒത്തിരി കുട്ടികൾ ശ്രദ്ധിക്കാതെ നല്ല പഠിക്കുന്ന കുട്ടികളായിരിക്കും. എന്തോ ഒരു ചെറിയതിൽ ഉഴപ്പി തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ കൂടെ ഒത്തിരി കുട്ടികൾ പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. നമ്മൾ പോകുന്ന കോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 12th. കാരണം 12th കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇവനെയൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 11th വരെ നമുക്ക് ഒരു പ്രയോജനമില്ല. പ്രയോജനം എന്ന് പറഞ്ഞാൽ ഈ കോഴ്സിന് നേരിട്ട് പോകാൻ പറ്റില്ല. ഈ കോഴ്സിനൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഈ എൻട്രൻസ് ഒക്കെ എഴുതണമെങ്കിൽ 12th ആണ്, +2 ആണ്. അപ്പോൾ ആ +2ൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഡിലീറ്റഡ് ടോപ്പിക്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇവനെയൊക്കെ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമുക്ക് തുടക്കത്തിൽ സ്കൂളൊക്കെ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ഒരു സെപ്റ്റംബർ ഒക്ടോബർ വരെയൊക്കെ വലിയ കുഴപ്പമില്ല, നിങ്ങൾക്ക് പോകാൻ പറ്റും. ഈ ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കൂടുതൽ സമയമൊന്നും എടുക്കേണ്ട, ഒരു ½ ആൻ അവർ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ½ ആൻ അവർ എൻ്റെ തോട്ടത്തിൽ ഒരു വീക്കിലി 5 days ഒരു ½ ആൻ അവർ നിങ്ങൾ എൻട്രൻസിന് മാത്രമായിട്ട് മാറ്റി വെക്കണം. ഒരു 3 days, ഇപ്പം സാറ്റർഡേ ആവാം, വെനസ്ഡേ ആവാം, ഫ്രൈഡേ, ഏതെങ്കിലും ഒരു 3 ദിവസം നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് അതിന് ആ ഒരു നോട്ട്ബുക്കൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് എടുക്കുക. അപ്പോൾ മാത്സ് ആവാം, ഫിസിക്സ് ആവാം, കെമിസ്ട്രി ആവാം, ബയോളജി ആവാം, ഏതെങ്കിലും എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. എൻ്റെ തോട്ടത്തിൽ മാത്സ് തന്നെ ആയിരിക്കണം സ്റ്റാർട്ടിങ്, ഏറ്റവും നല്ലവനാണ്. ഓക്കെ, നമ്മളിപ്പോൾ +1 എക്സാമിനാണേലും കുട്ടികൾ പഠിച്ച് വന്നുകൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും ഈസി ഏതാ? നമ്മുടെ മോഡൽ എക്സാമിന് തൊട്ട് മുമ്പ് വരെ ചോദിച്ചാൽ മാത്സ് ആണ് ഭയങ്കര ഈസി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരാണ് പബ്ലിക് എക്സാം കഴിഞ്ഞപ്പോൾ ഏറ്റവും മോശപ്പെട്ടവൻ മാത്സ് ആണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ മാത്സ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം മാറാൻ പറ്റുന്നതാണ്. കുഞ്ഞു ചേഞ്ചസുകൾ പോലും കുട്ടികൾക്ക് താങ്ങാൻ പറ്റാത്തതിലും അധികമാണ്. എങ്ങനെയാണെന്നുള്ള കണ്ടുപിടിക്കാൻ ഒറ്റയ്ക്കിരുന്ന് പറ്റില്ല. അപ്പോൾ അത്രയ്ക്ക് വൈഡാണ്. അപ്പോൾ ഇവരിലെല്ലാം മാത്സിൻ്റെ സ്ഥാനം ഏറ്റവും ടോപ്പാണ്. ഇപ്പോൾ ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി നമ്മൾ തൂക്കി നോക്കിയാൽ, വെയിറ്റ് നോക്കിയാൽ മാത്സ് ആണ് ഏറ്റവും ടോപ്പ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും തുടങ്ങാൻ പറ്റുന്നത് മാത്സ് തന്നെയാണ്. എത്ര മിനിറ്റ്? ഒരു 30 മിനിറ്റ്. ആ 30 മിനിറ്റിൽ ഒരു 20 മിനിറ്റ് മാത്സ് എടുത്തോ, 10 മിനിറ്റ് മറ്റേ വേണമെങ്കിൽ
നിങ്ങൾ അങ്ങനെ ശേഖരിച്ച് തുടങ്ങിയാൽ, ഇമ്മ്യൂണി ശേഖരിച്ച് തുടങ്ങിയാൽ ഒത്തിരിയാവും നിങ്ങൾക്ക് പബ്ലിക് എക്സാം ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ തലയിലും കാണും, നിങ്ങളുടെ കയ്യിലും കാണും. ഓക്കെ, അതൊരു ചെറിയ കാര്യമല്ല. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ശേഖരിക്കുന്ന കാര്യങ്ങൾ ഒത്തിരി കിട്ടുകയും ചെയ്യും. അത് റെഗുലറാണ്. ഓക്കെ, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ, SIP എന്ന് കേട്ടുണ്ടോ? നമ്മൾ പ്രായമായ മീൻസ് ജോലിയുള്ളവരൊക്കെ ചെയ്യുന്ന ഒരു പ്ലാനാണ്. അപ്പോൾ അതേപോലെ നിങ്ങളും ചെയ്യേണ്ടത് ഒരു 15 മിനിറ്റ്, ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് അത്ര മതി. അത് മതി. പക്ഷെ അതിൽ നിന്ന് കിട്ടാൻ പോകുന്നത് വലിയതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിങ്ങളുടെ ഒരു അരമണിക്കൂർ എൻട്രൻസിന് വേണ്ടി വീക്കിലി 3 ഡേയ്സ് മാറ്റിവെച്ചാൽ അടിപൊളിയായിട്ട് +2വിനൊപ്പം എൻട്രൻസിനെയും കൊണ്ടുപോകാം. വളരെ സിമ്പിളായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ ഈ അരമണിക്കൂർ നിങ്ങൾ തന്നെ അറിയാതെ കൂട്ടിയും, അരയല്ല വേണ്ട, പോരാ 1 മണിക്കൂർ 1.5, അതൊക്കെ നിങ്ങളുടെ ഭാഗ്യം പോലെ തോന്നണം. ഭാഗ്യം, ഞാൻ അതൊക്കെ പറഞ്ഞ ഭാഗ്യം പോലെ, അല്ലാതെ ഇതൊരു ഭാഗ്യമാണ്. പഠിക്കാൻ തോന്നുക, പഠിക്കേണ്ടത് എന്താ തിരിച്ചറിവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനതൊന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർമ്മിപ്പിച്ചതാണ്. ഈ ½ ആൻ അവർ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ +2വിനെയും വളരെ ടോപ്പായിട്ട്, അതുപോലെ എൻട്രൻസിനും വളരെ ടോപ്പായിട്ട് എത്തും. ഇനി ഏത് എക്സാം ടഫായിട്ട് വന്നാലും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തവർക്ക് അതൊരു പ്രശ്നമേ അല്ല. അതാണ് ഇതിൻ്റെ തോന്നിട്ട് മറ്റൊരു ബെനിഫിറ്റ്. അപ്പോൾ നമ്മുടെ ഇതിൽ എക്സാം ചെന്നപ്പോൾ ഇത്തിരി ടഫായി പോയി, ഇങ്ങനെ പഠിച്ചവർക്ക് ഒരിക്കലും പറയത്തില്ലോ കുഴപ്പമില്ല, ഞാൻ അത്യാവശ്യമൊക്കെ നല്ലവർ എഴുതുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയിട്ട് പറയാൻ പറ്റും. അങ്ങനെ പറ്റണം. ഓക്കെ, അപ്പോൾ അങ്ങനെ പറ്റിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. അത് പഠിത്തത്തിൽ മാത്രമല്ല, ജീവിതത്തിലും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി മാത്സിൻ്റെ ക്ലാസ്സുകൾ വരും. പിന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എൻട്രൻസ് വിത്ത് +2 ട്യൂഷൻ ഉണ്ട്, എൻട്രൻസ് മാത്രം, +2 ട്യൂഷൻ മാത്രം, ഇനി മാത്സ് മാത്രം, എന്തും നമ്മുടെ ക്ലാസ് ഉണ്ട്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും, കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. ട്രിക്സുകളൊക്കെ ഇഷ്ടം പോലെ, ടിപ്സുകൾ ഇഷ്ടം പോലെ, എല്ലാം കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ക്ലാസ്സുകളാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ നോട്ട്സുകൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഡൗട്ട്സ് എന്തുണ്ടെങ്കിലും ചോദിക്കാം, ഒരു പ്രശ്നമില്ല. അതും പറഞ്ഞു തന്ന് പിന്നെ ഒരു ഇക്വേഷൻ ബുക്കിലെറ്റ് നിങ്ങൾക്ക് വീട്ടിലോട്ട് അയച്ചു തരും. +2 ക്ലാസ്സിൻ്റെ എല്ലാം, എൻട്രൻസിൻ്റെ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇതിനൊക്കെ ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708543. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് ഈ നമ്പറിലോട്ട് നിങ്ങൾ ഒന്ന് അന്വേഷിക്കുക, അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്യുക. ആവശ്യമുള്ളവരെന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ച് ജോയിൻ ചെയ്താൽ മതി. നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ക്ലാസ്സുകൾ നിങ്ങളെടുത്ത് നോക്കിയാൽ കുട്ടികൾ എന്തുമാത്രം നമ്മുടെ ക്ലാസ്സുകൾ കണ്ടു, അതിൻ്റെ കമൻറ്റുകൾ നോക്കിയാൽ നിങ്ങൾക്ക് അവർക്ക് എന്തുമാത്രം ഇതുകൊണ്ട് മനസ്സിലായി എന്നുള്ളതും കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് തുടങ്ങുക. +2 നിങ്ങളുടെ ജീവിതമാണ് എന്ന് മനസ്സിലാക്കി ഓരോരുത്തരും ഓരോ ദിവസവും അതിനെ കണ്ട് മുന്നോട്ട് പോവുക. ഓക്കെ, എന്തായാലും റിസൾട്ട് +2വിൽ എത്തുമ്പോഴത്തേക്ക് ഏറ്റവും ടോപ്പായിരിക്കണം എന്നുള്ളൊരു ഉത്തമ ബോധ്യവും ഉറപ്പായിട്ടും അങ്ങനെ ഒന്ന് ചിന്തിച്ചേ പോകാവുള്ളൂ എന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇമ്പോർട്ടൻസ് അത്രയുണ്ട്. അപ്പോൾ എല്ലാവർക്കും, വീട്ടുകാർക്കെല്ലാം സന്തോഷമാകുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നത്. നല്ല രീതിയിൽ കൂടെ അവർക്ക് ഇപ്പം പേരൻസിനാണെങ്കിൽ പോലും വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ പോകണമെങ്കിൽ നിങ്ങൾ നല്ലൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവർ ഏത് ജോലിക്കും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർ തരണം ചെയ്യും. നേരെ മറിച്ച് നിങ്ങൾ പഠിത്തത്തിൽ ഇത്തിരി മോശമായി തുടങ്ങിയാൽ അവരുടെ ജോലിയിലും അത് ബാധിക്കും. അതുകൊണ്ടാവരുത്. നിങ്ങളാണ് നിങ്ങളുടെ വീടിൻ്റെ ശക്തി എന്ന് പറയുന്ന പോലെ. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. നല്ല മാർക്ക് എല്ലാവർക്കും കിട്ടും. +1 ഏറ്റവും സൂപ്പറായിട്ട് കിട്ടും. ഒന്നിനെക്കുറിച്ചും പ്രശ്നമില്ല. എന്തായാലും അതിനെക്കുറിച്ച് ഇനിയും വിടുക. ഇനി അതിൻ്റെ റിസൾട്ടൊക്കെ വരുന്നവരെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണെങ്കിൽ മറക്കാതെ ഉറപ്പായും ഒരാൾക്കെങ്കിലും നിങ്ങളുടെ ക്ലാസ്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക, ഗ്രൂപ്പിലിട്ടൊന്ന് ഷെയർ ചെയ്യുക. മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.